കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്ന് വീണ് ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിനാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായത്. മകൾക്ക് കൂട്ടിരിപ്പിന് വന്നതായിരുന്നു ബിന്ദു. കഴിഞ്ഞ 3 ആഴ്ചയായി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിന്ദു ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പനിലേക്ക് പോവുകയാണ്. മിഥുൻ, ഇങ്ങനെ ഒരു കെട്ടിടം ജീർണാവസ്ഥയിൽ ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർക്ക് അറിയാത്തതാണോ? അങ്ങനെ അറിവുണ്ടായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ ജോസഫ് എം പുതുശ്ശേരിയോടും ചോദിച്ചതാണ്, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആരെയും, പ്രത്യേകിച്ച് രോഗികളുടെ കൂട്ടിരിപ്പുകാരെ അങ്ങോട്ടേക്ക് അയക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അത് ലംഘിച്ചുകൊണ്ടാണ്, അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ലംഘിച്ചുകൊണ്ടാണോ ബിന്ദു അകത്തേക്ക് പോയത്? അതോ ഈ കെട്ടിടത്തിലെ ശുചിമുറി രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഉപയോഗിക്കുന്നതാണോ? മിഥുൻ അയ്യപ്പൻ. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണു, ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു ആണ് മരണപ്പെട്ടത്. ആശുപത്രി കെട്ടിടം തകർന്ന് വീണപ്പോൾ അതിനകത്ത് ആരുമില്ല എന്ന രീതിയിലായിരുന്നു മന്ത്രി VN വാസവനടക്കം പ്രതികരിച്ചത്. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ പ്രതികരണവും അതായിരുന്നു. ആ കെട്ടിടത്തിൽ ആരുമില്ലായിരുന്നു എന്നാണ്. പക്ഷേ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരോ കുടുങ്ങിക്കിടക്കുന്നു എന്ന അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. മിഥുൻ, ഇങ്ങനെ ഒരു കെട്ടിടം ജീർണാവസ്ഥയിൽ അവിടെ ഉള്ള കാര്യം അത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി തവണ ഇവിടുത്തെ കോൺക്രീറ്റുകൾ അടർന്നു വീഴുന്നതും മഴക്കാലത്ത് ചോർച്ച ഉണ്ടാകുന്നതുമെല്ലാം, ഈ അടക്കമുള്ള വാർഡുകളിൽ മഴക്കാലത്ത് ചോർച്ച ഉണ്ടാകുന്നതെല്ലാം നിരന്തരം വാർത്തകളിൽ ഇടം നേടിയുന്ന ഒന്നാണ്. പക്ഷേ ഉണ്ടാകുന്നതെല്ലാം നിരന്തരം വാർത്തകളിൽ ഇടം നേടിയുന്ന ഒന്നാണ്. പക്ഷേ അത്തരത്തിൽ അങ്ങനെ ഉണ്ടായിട്ടും അതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഫലം, കെട്ടിടത്തിൻ്റെ ഒരു ശേഷി പുനഃപരിശോധിക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ മന്ത്രിമാരടക്കം ഇവിടെ ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല, ഈ മേഖലയിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പോലും ഇപ്പോൾ കെട്ടിടം തകർന്നു വീണിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ 11, 10, 14 വാർഡുകളോട് ചേർന്ന് നിൽക്കുന്ന ബാത്റൂമിൻ്റെ ഭാഗമാണ്. അതായത് ആ ബാത്റൂം അടക്കം ആ കെട്ടിടത്തിൻ്റെ ആ മേഖലകളെല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ശോച്യാവസ്ഥയിൽ നിന്നിരുന്ന ഭാഗമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ബാത്റൂമിൻ്റെ പല ഭാഗങ്ങളും പ്രവർത്തനരഹിതമായിട്ടുള്ള സ്ട്രക്ചറുകളും അതുപോലെ തന്നെ ചില ട്രോളികളുമെല്ലാം നിക്ഷേപിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. ചില നിലകളിൽ ബാത്റൂമുകൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ കൃത്യമായി ആ കെട്ടിടത്തിൻ്റെ ആ ഭാഗം അപകടാവസ്ഥയിലാണെന്ന് തിരിച്ചറിയാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്കോ അതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോ സാധിച്ചിരുന്നില്ല. വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പ് നടത്താനോ അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനോ ഒന്നും യാതൊരു വിധത്തിലുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവിടേക്ക് ആളുകൾ പോയിരുന്നില്ല, അവിടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ, അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും അതിനകത്ത് നിന്ന് ആളുകളെ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്തിയ വിവരങ്ങളും പുറത്തു വരികയായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ മന്ത്രിമാരുൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ അവാസ്തവമായിരുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള മന്ത്രിമാരുടെ പ്രസ്താവന എന്ന് മാത്രമല്ല, ഈ 10 മണിയോട് കൂടി അപകടമുണ്ടായെങ്കിലും അവിടേക്കുള്ള 10 മണിയോട് കൂടി ഒരു അപകടമുണ്ടായെങ്കിലും പക്ഷേ അവിടേക്ക് രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനം നടത്താനായി വേണ്ടിയിട്ടുള്ള ഈ ചെറിയ ഹിറ്റാച്ചികൾ എത്തിയത് ഏതാണ്ട് 12:45 കൂടിയാണ്. ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം 3 മണിക്കൂറോളം സമയമെടുത്താണ് ഇവിടേക്ക് ഹിറ്റാച്ചി പോലുള്ള വസ്തുക്കൾ എത്തിയത്. അതിനുശേഷം കാരണം അവിടേക്ക് എത്തിപ്പെടാൻ സ്വതന്ത്രമായിട്ടുള്ളൊരു പാതയുണ്ടായിരുന്നില്ല. ഈ ആളുകൾ തന്നെ കാൽനടയായി ഉപയോഗിക്കുന്ന ഒരു വഴിയിലൂടെ അവിടുത്തെ പ്രതിബന്ധങ്ങളും സൂചനാ ബോർഡുകളും ചെറിയ മതിലുകളെല്ലാം തന്നെ ഇടിച്ച് തകർത്തുകൊണ്ടാണ് അവിടേക്ക് ഈ ഹിറ്റാച്ചി പോലുള്ള ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് മൃതദേഹങ്ങൾ ഈ പരിശോധന നടത്തുകയും ഒരു മൃതദേഹം കണ്ടെത്തുകയും ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളത്. അത് ഏറെ ആ ഒരു ഘട്ടത്തിൽ ഏറെ പ്രതിഷേധമുയരുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ആ സമയത്ത് ഈ അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഏറെ വൈകി ഈ അപകട സ്ഥലത്ത് ഏറെ വൈകിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഏറെ വൈകിക്കൊണ്ട് ഈറ്റാച്ചി അടക്കമുള്ളവർ എത്തുകയും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം വൈകുകയും എല്ലാം ചെയ്ത ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ഘട്ടത്തിൽ ഉയരുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ സംഭവ സ്ഥലത്ത് ഈ അവശിഷ്ടങ്ങൾ മാറ്റി കൂടുതൽ തെരച്ചിലുകളെല്ലാം തന്നെ നടത്തുകയാണ്. അനിൽ നമ്പ്യാർ, കാലപ്പഴക്കം മൂലം തന്നെയാണ് കെട്ടിടം തകർന്നത് അല്ലേ? തീർച്ചയായിട്ടും കാലപ്പഴക്കം കൊണ്ടുള്ള ഒരു അപകടം തന്നെ എന്ന് നമ്മൾ എടുത്ത് പറയുന്നത്. ഇപ്പോൾ BJP പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP പ്രവർത്തകർ അഴിമതി ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം നടത്തുകയാണ്. നമ്മുടെ BJP നേതാവ് ഹരിഹരൻ വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് പറയുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ കേരളത്തിലെ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. ഇവിടെ മന്ത്രി ഇത് സംരക്ഷിക്കേണ്ട മന്ത്രി പറഞ്ഞത് ആരും അങ്ങോട്ട് പോകണ്ട, അവിടെ ഒരു കുഴപ്പവുമില്ല, ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ എന്താണ് യാഥാർത്ഥ്യം? ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. ഇത് ഗവൺമെന്റിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. 100 മീറ്റർ അകലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പരിവാരങ്ങളും 100 മീറ്റർ അകലെയുണ്ട്. യാതൊരു കാരണവശാലും ഇത് ജനങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ അവസ്ഥയാണ്, കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ ഗതികേടാണ് ഇത് കാണിക്കുന്നത്. ഈ സമയത്തും BJPക്ക് സമരം ചെയ്യേണ്ടി വരുന്നത് ഞങ്ങളുടെ ഗതികേടാണ്. ഇത് യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ വേണ്ടി ഈ സമയത്തും ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരുന്നു. അത് ഞങ്ങളുടെ ഗതികേടാണ്. അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ വലിയ കമാനങ്ങളല്ലാതെ ഈ ആശുപത്രിയുടെ അവസ്ഥ, അതിനെതിരായി BJP പ്രവർത്തകർ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷനടക്കം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു പതറ്റിക് സിറ്റുവേഷനിൽ മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് 2.5 മണിക്കൂറാണ് ആ സ്ത്രീ മണ്ണിനടിയിൽ കിടന്നത്. ഇവിടെ ആരും തിരിഞ്ഞു നോക്കിയില്ല. 2.5 മണിക്കൂറാണ് ആ മണ്ണിനടിയിൽ ആ സ്ത്രീ കിടന്നത്. ഇനി എത്ര പേരുണ്ടെന്ന് അറിയില്ല. തീർച്ചയായും ജനങ്ങളുടെ പ്രതിഷേധമാണ് BJP ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മന്ത്രി ഇവിടെ എത്തിയ ഈ ഏറ്റുമാനൂരിൻ്റെ MLA കൂടിയായിട്ടുള്ള മന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കി അദ്ദേഹം പറഞ്ഞ അങ്ങോട്ട് ആരും പോകേണ്ടതല്ല, ഒരു പ്രശ്നവുമില്ല, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും പിരിഞ്ഞു പോകൂ, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂർ സമയം ഇവിടെ JCB എത്തിയിട്ടില്ല, ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. ആ അമ്മയെ കുരുതി കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ ഭരണകൂടം. തീർച്ചയായും ഇതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേദനയുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട അവസരത്തിൽ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് തീർച്ചയായും കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ തുറന്ന അവസ്ഥയാണ്. ആ ഭാഗം വെറുതെയാണ് മന്ത്രി പറയുന്നത് അത് പൂട്ടിയിട്ട് ഇരിക്കുമായിരുന്നു എന്ന്. അവരുടെ മകൾ തന്നെ പറയുന്നുണ്ട്, അവരവിടെ കുളിക്കുന്നുണ്ടായിരുന്നു, ശുചീകരണ കാര്യങ്ങൾക്ക് വേണ്ടി അവരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ ഭരണകൂടത്തിനും മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിനും വികസന സമിതിക്കും ഒന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ഞങ്ങൾ സമരത്തിലേക്ക് കിടക്കട്ടെ. തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചിരിക്കുകയാണ് BJPയുടെ നേതൃത്വത്തിൽ. BJPയുടെ ഇപ്പോൾ ഈ കവാടത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. മന്ത്രിമാർ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്.